ടെസ്റ്റ് ഹലോ ടെസ്റ്റ്. എന്നെപ്പോലെയുള്ള ബൈക്ക് റൈഡേഴ്സിനെ ഏറെ സ്വാധീനിച്ചൊരു സിനിമയാണ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അതിൽ പല രംഗങ്ങളും കാണുമ്പം അതിൽ ഞങ്ങൾ ജീവിക്കുന്നത് തോന്നാറുണ്ട്. ഇപ്പം എന്തായാലും എൻ്റെ ഹണ്ടർ വന്നിട്ട് ഇപ്പോൾ 10,000 കിലോമീറ്ററായി. ആ 10,000 കിലോമീറ്റർ ഞാൻ ആഘോഷിച്ചത് ഒരു ചെറിയ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ്. അതിനുശേഷം രാവിലെ കണ്ട കുറച്ച് കാഴ്ചകളും ഒരു 5 മിനിറ്റ് വീഡിയോ ആക്കി ഇവിടെ പ്രസൻറ്റ് ചെയ്യാണ്. എൻ്റെ റൈഡ് ഇഷ്ടപ്പെടുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ വീണ്ടും ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത്. അപ്പം ഈ ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഇപ്പം എനിക്ക് യൂട്യൂബിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ മല്ലു ഡ്രോൺ ട്രാവലറിൻ്റെ ബൈക്ക് റൈഡും പുള്ളിയുടെ വീഡിയോസൊക്കെയാണ്. ഈ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയും 4 ഫ്രണ്ട്സിനെയും കൂട്ടി പൂനെ വരെ ബൈക്കിൽ പോയി അവിടുന്ന് വീണ്ടും 3 പേരെ ലോണാവാലയും മുംബൈയൊക്കെ കിടന്ന് രാജസ്ഥാനൊക്കെ പോയി ഗുജറാത്തൊക്കെ കറങ്ങി ഇപ്പോൾ കാശ്മീരിലേക്കുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പം എനിക്കും തോന്നും അതുപോലെയൊക്കെ റൈഡ് ചെയ്യണമെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഫാമിലി, ജോലി, മറ്റ് തിരക്കുകൾ, വയലിൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്കങ്ങനെ റൈഡ് പോകാൻ പറ്റാറില്ല. ലീവ് കിട്ടുന്ന ദിവസങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അപൂർവമായിട്ട് വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങൾ, ചില നിമിഷങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുക. പലപ്പോഴും ക്യാമറ ബാഗിലുണ്ടാവും. ചിലപ്പം ഇതുപോലെ യാത്ര പോകുമ്പോൾ ചാർജ് ഒന്നും ഉണ്ടാവില്ല ബാറ്ററിയിൽ. എന്നാലും ഇത് അങ്ങനെ കിട്ടിയൊരു സമയമാണ്. ചെറിയ ചാർജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 5 മിനിറ്റ് വീഡിയോയെങ്കിലും എടുക്കാൻ പറ്റിയത്. അപ്പോഴേക്കും ബാറ്ററിയൊക്കെ ചത്തുപോയിരുന്നു. പിന്നെ രാവിലെ കുറച്ച് നേരം ഓടിച്ചപ്പം അതും ചെറിയൊരു വിഷനാക്കി എടുത്തു. ഈ കുഞ്ഞ് മോട്ടോർ മൂവി ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ കമൻസൊക്കെ ചെയ്യാറുണ്ട്, ഇനി റൈഡ് പോകണമെന്ന് പറയാറുണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പാഷനെ നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതല്ല. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും. ഒരു കാലത്ത് നമ്മളില്ലാതായാലും നമ്മൾ ഈ ഭൂമിയിൽ എന്താണ് അവശേഷിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഇതുപോലുള്ള ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു പക്ഷേ കാണുമ്പം അവർക്ക് നമ്മളിൽ ഒരു സന്തോഷം, അഭിമാനം തോന്നാൻ അതുപോലെ. ഞാൻ കണ്ണൂർ ടൗണിൽ കൂടെ തന്നെയാണ് ഈ യാത്ര പോയത്. റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് യാത്രയായിരുന്നു. കോഴിക്കോട് നിന്ന് ട്രെയിനിനാണ് പോയത്. തിരിച്ച് വന്ന ട്രെയിനിന് വന്ന് കോഴിക്കോട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ബൈക്ക് എടുത്തപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. രാത്രിയല്ല, നേരം വെളുക്കാനായിട്ടുണ്ടായിരുന്നു. വന്ന് പുതിയൊരു വന്ന് പെട്രോളൊക്കെ അടിച്ചു, ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വീണ്ടും എൻ്റെ ശ്രീകണ്ഠപുരം നാട്ടിലേക്ക് മലപ്പട്ടം കൂടി മുനമ്പോട പാലം കൂടി വന്ന് പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വെട്ടം വന്നു. അവിടെ കുറച്ച് നേരം ബൈക്ക് നിർത്തി അതിനോട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ഈ മൂവിയുടെ രത്ന ചുരുക്കം. അത് കുറച്ച് ഭാഗങ്ങൾ എനിക്കൊരു വീഡിയോ ആക്കാൻ പറ്റി, അതിലൊരു സന്തോഷമുണ്ട്. രാത്രി ലൈറ്റിൻ്റെ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ റോഡൊന്നും ക്ലിയാരിറ്റി ഉണ്ടാവില്ല. എങ്കിലും മീറ്റർ ബോക്സ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. സ്ട്രീറ്റ് ലൈറ്റൊന്നും എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഉള്ളത് കൊണ്ടുപോകണം പോലെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് ഇനിയിപ്പോൾ അടുത്ത പ്ലാനുള്ളൊരു കോട്ടയം റൈഡാണ്. കോട്ടയമല്ല, കാഞ്ഞിരപ്പള്ളിയാണ്. കുറച്ചും കൂടെ ദൂരമാണ്. കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് 300-350 കിലോമീറ്ററോളം ഉണ്ട്. അത് 2 ദിവസത്തെ പ്ലാനാണ്. അതിനിടയിൽ പോകുമ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് കോതമംഗലത്തും മൂവാറ്റുപുഴയുള്ളത്. അപ്പോൾ അവർ തട്ടേക്കാടും മാമലക്കണ്ടമൊക്കെ പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ ആ റൈഡും കൂടെ ഒന്ന് അടിക്കണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പക്ഷെ മാമലക്കണ്ടം മഴക്കാലത്ത് ഓടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചില്ല. അപ്പം പറ്റിയില്ലെങ്കിലും നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ യാത്രകളൊക്കെ ആസ്വദിക്കാൻ വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കിലൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ ഇപ്പോൾ പോയാലൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാമലക്കണ്ടം സ്കൂളിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ അങ്ങോട്ടുള്ള യാത്രയെ ആസ്വദിക്കാം. ഡ്രൈ ആയി കിടക്കുന്ന റോഡുകളൊക്കെ ആയിരിക്കും. പിന്നെ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ കുറേയൊക്കെ തീർന്നുകൊണ്ട് തന്നെ ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുതിയ ഹൈവേയിൽ ഇപ്പം ബൈക്കുകൾ അനുവദിക്കുമോ എന്നറിയില്ല. ഇപ്പോൾ ഏതായാലും പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, 2 വീലേഴ്സ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു പ്രശ്നമാണ്. താഴെ സർവീസ് റോഡിൽ കൂടെ പോകുമ്പം അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം റോഡൊക്കെ ബ്ലോക്കായിരിക്കും, മറ്റു വഴികൾ തേടേണ്ടി വരും. എന്തായാലും കംപ്ലീറ്റ് ഇനാഗുറേഷൻ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും റോഡിൽ എങ്ങനത്തോളം ബൈക്കുകളൊക്കെ അലൗഡ് ആണെന്നുള്ള കാര്യം. പിന്നെ ഞാൻ തിരിച്ച് വന്ന സമയത്ത് ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ആണ്. കുറേ ബൈക്കുകളുണ്ട്. അപ്പം ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ന്യൂസിൽ കണ്ടിരുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കിൽ നിന്ന് പെട്രോൾ ലീക്കായിട്ട് 2 ബൈക്ക് ആദ്യം കത്തി, പിന്നെ കുറേ ബൈക്കുകൾ കത്തി.
എന്നാലും വലിയൊരു അപകടം, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ബൈക്കുകൾ കത്തി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ പെട്രോൾ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കൊന്നും പാർക്ക് ചെയ്യാൻ വിടുന്നില്ല, അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൊരു ഫ്ലാഗ് ഉണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗങ്ങൾ. കണ്ണൂർ വരുമ്പം വന്നിറങ്ങുമ്പോൾ കാണുന്ന സന്തോഷമൊക്കെയാണ്. ഇപ്പം ഞാൻ എൻ്റെ യാത്രയും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്തപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. പുതിയ റൈഡ്, അടുത്ത കോട്ടയം റൈഡ്, കാഞ്ഞിരപ്പള്ളി റൈഡിൻ്റെ വീഡിയോസായിട്ടൊക്കെ വരും. അതുവരെയും എൻ്റെ യൂട്യൂബിലുള്ള ചെറിയ ചെറിയ വീഡിയോസ്, വയലിൻ വീഡിയോസ്, റൈഡ് വീഡിയോസ് ഒക്കെ കണ്ടവരൊക്കെ, സാധിക്കുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും വീണ്ടും കണ്ടുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, എൻ്റെ പാഷൻ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പം എന്തായാലും എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അത് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഓൾ കേരള എന്തായാലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകും. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും കാണും വരെ വണക്കം.